ഞാൻ സീമ ഫ്രം WinTrader. ഞാൻ ഇന്നത്തെ നിഫ്റ്റിയുടെ ലൈവ് മാർക്കറ്റുമായിട്ട് വന്നിരിക്കുകയാണ്. നിഫ്റ്റിയിലെ ഇൻട്രാഡേയും സ്കാൽപ്പിംഗ്, അതായത് മാർക്കറ്റ് റേഞ്ച് ബൗണ്ട് ആണെങ്കിലും അഥവാ നമുക്ക് മാർക്കറ്റ് സൈഡ് വേസ് ട്രെൻഡ് ആണെങ്കിലും മാർക്കറ്റ് നല്ല ട്രെൻഡി മാർക്കറ്റ് ആണെങ്കിലും നമ്മൾക്ക് ഒരു സിഗ്നൽ തന്നു കഴിഞ്ഞാൽ അത് പ്രോഫിറ്റബിൾ സിഗ്നലിലേക്ക് പോകുമോ, അതോ ഷോർട്ടിൽ എക്സിറ്റ് ചെയ്യണോ, സ്കാൽപ്പിങ്ങിൽ അവിടെ അപ്ലൈ ചെയ്താൽ മതിയോ, അതിനകത്ത് ലോങ്ങിലേക്ക് ട്രൈ ചെയ്ത് നമുക്ക് ഇതിനകത്ത് ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ ഇത് റിവേഴ്സ് പോകാൻ ചാൻസ് ഉണ്ടോ, അതായത് മാർക്കറ്റ് ഇനി ബൈ ട്രെൻഡിലേക്ക് പോകുമോ ഇനി സെൽ ട്രെൻഡിലേക്ക് പോകുമോ, നമുക്ക് ഫ്യൂച്ചറായിട്ട് നമുക്ക് ഫ്യൂച്ചർ അപ്ഡേറ്റ്സ് നമുക്ക് പറ്റത്തില്ല. നമുക്ക് അതിനകത്തൊരു ഐഡൻറ്റിഫിക്കേഷൻ നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഒരു സിഗ്നൽസിൻ്റെ ഒരു കറക്റ്റായിട്ട് വരുന്ന ടൈമിങ്ങും അതിൻ്റെ ഒരു അതായത് സൈഡ് വേസ് ട്രെൻഡ് ആണോ എന്ന് നമുക്ക് കറക്റ്റായിട്ട് തിരിച്ചറിയാൻ സാധിക്കും. അപ്പം അതാണ് ഞാനിന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതേപോലെ രണ്ടും കൂടെ കമ്പയർ ചെയ്തിട്ട് എങ്ങനെ ചെയ്യാം നമുക്ക് ട്രേഡിങ്ങിലേക്ക്. മോർണിംഗിൽ തന്നെ ഒരു നല്ലൊരു പ്രോഫിറ്റബിൾ ട്രേഡ് നമുക്ക് സുഖമായിട്ട് എടുക്കാൻ സാധിക്കും. ഇന്നും സെയിം അതേപോലെ നിഫ്റ്റിയിൽ ഒരു നല്ലൊരു പ്രോഫിറ്റബിൾ ട്രേഡ് നമ്മളെടുത്ത് മോർണിംഗിൽ തന്നെ എക്സിറ്റ് ചെയ്തിട്ടുണ്ട്. നോക്കുകയാണെങ്കിൽ 11 മണിക്ക് മുമ്പ് 2 ട്രേഡ് നമ്മളെടുത്തിരുന്നു. ഒരു ബൈയും ഒരു സെല്ലും രണ്ടും പ്രോഫിറ്റബിളിലേക്ക് വന്നിട്ടുണ്ട്. അപ്പം നിഫ്റ്റിയുടെ ഇൻഡെക്സിൻ്റെ ചാർട്ടാണ് ഇപ്പോഴത്തെ. അപ്പോൾ ഇതിനകത്ത് ഇൻട്രാഡേ ആണ് ഇപ്പം 5 മിനിറ്റ്സ് സെറ്റ് ചെയ്തിരിക്കുന്നത്, 1 മിനിറ്റ് സ്കാൽപ്പിംഗ്. അപ്പം 1 മിനിറ്റിലാണ് സ്കാൽപ്പിംഗ് വെക്കുന്നത്. അതിനകത്ത് ഭയങ്കര വോളറ്റിലിറ്റി ഉണ്ടാവും, ഒരുപാട് സിഗ്നൽസ് ബൈയും സെല്ലും ഒക്കെ വരും. അപ്പോൾ അത് ഏതെടുക്കണം ഏതെടുക്കണ്ടെന്ന് നമുക്ക് എങ്ങനെ തിരിച്ചറിയാമെന്ന് പറയാം ഞാൻ. അപ്പം അതേപോലെ തന്നെ പല ടൈപ്പിലുള്ള സിഗ്നൽസ് അതിനകത്ത് ലോങ്ങിലേക്ക് പോകുമ്പോൾ ഷോർട്ടിലേക്ക് പോകുന്നു, ചെറിയ ടാർഗറ്റിൽ എക്സിറ്റ് ചെയ്യണം, നമുക്ക് സിഗ്നലിൻ്റെ വരവ് സിഗ്നൽസിൻ്റെ ടൈമിങ്ങും കറക്റ്റും ഡീറ്റെയിൽസും നോക്കിയിട്ട് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. അതും കൂടെ ഇന്നത്തെ മാർക്കറ്റിൽ പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഒരു ലൈവ് ട്രേഡ് നിങ്ങൾക്ക് കിട്ടും. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിനു വേണ്ടി വിളിക്കേണ്ട നമ്പർ, ഫോൺ എടുക്കൂ, 8139039994. ഈ നമ്പറിൽ ഡയൽ ചെയ്യും. വാട്സപ്പ് നമ്പറും കോൾ നമ്പറും ഇത് രണ്ടും എൻ്റെ ഇതേ സെയിം നമ്പറാണ്. ഇതിലേക്ക് ഒരു ഡെമോൺസ്ട്രേഷന് വേണ്ടി നിങ്ങൾ കറക്റ്റായിട്ടൊരു മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ലൈവ് ഡെമോ കാണിച്ചു തരാം. അപ്പം ഇപ്പം ഞാൻ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞു തരാം. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾ കാണുന്ന കളർ കോമ്പിനേഷൻ, ഈ ഗ്രീൻ കളർ ബൈ ട്രെൻഡും റെഡ് സെല്ലും, അത് കൂടാതെ തന്നെ നിങ്ങൾക്ക് ഈ ക്യാൻഡിലിൻ്റെ കളേഴ്സും ഗ്രീനും റെഡും അല്ലാത്ത എക്സ്ട്രാ കളേഴ്സ് കാണുന്നത് സൈഡ് വേസും ആണ്. ഈ ഓറഞ്ച്, ഇടയ്ക്ക് വൈറ്റ്, ഇടയ്ക്ക് ഹോളോ ക്യാൻഡിൽസ്, ഇതേപോലെ ബ്ലൂവും വൈറ്റും ഒക്കെ മിക്സപ്പ് ആയിട്ടുള്ള 4 കളേഴ്സ് വരും. അപ്പോൾ ആ 4 എക്സ്ട്രാ കളേഴ്സ് കാണിക്കുന്നത് നമുക്ക് ആക്ച്വലി സൈഡ് വേസ് ട്രെൻഡാണ്. അപ്പം ഇതിനകത്ത് അത് മാത്രമല്ല നമ്മൾ നോക്കുന്നത് പിന്നെ മൊമെൻ്റ് ഈ ട്രെൻഡ് ലൈൻ, ഈ മാർക്കറ്റിന് അപ്പ് ഡൗൺസ് ലൈനുണ്ട്. ഇവിടുന്ന് ട്രെൻഡ് ലൈൻ ഇവിടം വരെ ഡൗൺ പിന്നെ അപ്പ് ട്രെൻഡിലേക്കാണ്. അതേപോലെ തന്നെ നമുക്ക് റെസിസ്റ്റൻസ്, ഇത് സപ്പോർട്ടും. ഇങ്ങനെയാണ് മെയിനായിട്ട് നമുക്ക് നോക്കേണ്ട വസ്തുക്കൾ. ഇത് മാത്രമേ ഉള്ളൂ, അല്ലാണ്ട് വേറൊന്നും ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. അപ്പം ഇതിനകത്ത് സിഗ്നൽസ് വരുമ്പോൾ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് മുകളിലും താഴെയും കൊടുത്തിട്ടുണ്ടാകും. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ബൈ അപ്രോക്സിമേറ്റ് 10.50 എൻട്രി പോയിന്റ് കൊടുത്തിട്ടുണ്ട്. 3 ടാർഗറ്റ് ഉണ്ട്. പക്ഷേ ഈ ബൈ ഒരുപാട് പോയിട്ടില്ല. ഇത് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല. ഒരു സിഗ്നൽസ് വരുമ്പോൾ ഒരു ബൈയിലേക്ക് കറക്റ്റായിട്ട് കയറുമോ സെൽ ട്രേഡിലേക്ക് കയറുമ്പോൾ നമുക്ക് സിഗ്നൽസിൻ്റെ വരവ്, അതായത് സിഗ്നൽസിൻ്റെ ടൈമിംഗ് വെച്ചിട്ട് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാം. അത് 3 തരത്തിലാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. അത് ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിഗ്നൽസ് ഇപ്പം കറക്റ്റ് ടൈമിൽ, അതായത് പെർഫെക്റ്റ് ആയിട്ട് വിത്തിൻ ആ ഡൗൺ ആവുന്ന സെക്കൻഡ്സിൽ സിഗ്നൽ വന്ന് ബ്രേക്ക്ഔട്ടും ഒരു 15 മിനിറ്റ്സിനകം ബ്രേക്ക്ഔട്ട് നടക്കുകയും ചെയ്യും, ബ്രേക്ക്ഔട്ട് പോവുകയും ചെയ്യും. ബ്രേക്ക്ഔട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് ഇറങ്ങുകയും ചെയ്യും. അതുപോലത്തെ 3 ടാർഗറ്റും അടിക്കുന്ന സിഗ്നൽസ് ആണ്. പിന്നെ ചില ടൈപ്പ് സിഗ്നൽസ് വരുന്നത്, അതായത് സിഗ്നൽസ് വന്ന് റിവേഴ്സ് പോയിട്ട് പിന്നെ കൺഫേം ആകും. അതായത് സിഗ്നൽസ് ഓക്കെയാണ്, വരുന്ന സമയത്ത് സിഗ്നൽ വരുന്ന കൺഫേം ആകാതെ, അതായത് നമ്മൾ ഈ സോഫ്റ്റ്വെയർ പറയുന്ന ലെവൽസ്, ക്യാൻഡിൽ കളറ്, താഴത്തെ കൺഫർമേഷൻ ബാർ, പ്രൈസ് ഇൻ ബൈ സോൺ അല്ലെ സെൽ സോൺ കൺഫേം തിരിച്ച് കയറുന്ന സിഗ്നൽസും അതും നമ്മൾ ഷോർട്ടിൽ എക്സിറ്റ് ചെയ്യുക. അതേപോലെ തന്നെ സിഗ്നൽസ് കുറച്ച് ലേറ്റ് ആയിട്ട് വരും. അതായത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ കുറച്ചൊന്നും അപ് ട്രെൻഡിലേക്ക് പോകും. പക്ഷേ കുറച്ച് കയറിയിട്ട് ചിലപ്പം നമ്മളൊരു 20, 25, 30 അല്ലെ 40 പോയിന്റ്സ് കയറി കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് കയറിയിട്ട്, ഇപ്പോൾ ചിലർ പറയാറുണ്ട് സിഗ്നൽസ് ഇതുവരെ വന്നില്ലല്ലോ, നമുക്ക് ഇതുവരെ ഒരു അപ് ട്രെൻഡിലേക്ക് അതോ അല്ലെങ്കിൽ ഡൗൺ ട്രെൻഡിലേക്ക് പോയിട്ടുണ്ടല്ലോ, പിന്നെയും സോഫ്റ്റ്വെയർ സിഗ്നൽ തന്നിട്ടില്ല, അങ്ങനെ ചിലർ പറയാറുണ്ട്. അപ്പോൾ അതുപോലുള്ള സിഗ്നൽസ് നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും അവിടെ ഒരു സൈഡ് വേസ്, അതായത് ഒരു കൺസോളിഡേഷൻ ഉണ്ട് മാർക്കറ്റിൽ. നമ്മുടെ സോഫ്റ്റ്വെയർ സിഗ്നൽസ് നല്ലൊരു പ്രോപ്പർ ബൈ ട്രെൻഡിൽ അപ് ട്രെൻഡിലേക്ക് പോയാലേ ആ സിഗ്നൽസ് തരുള്ളൂ. അങ്ങനെയുള്ള സിഗ്നൽസ് നമ്മൾ എടുക്കണമെങ്കിൽ നമ്മൾ അവിടുന്ന് സ്കാൽപ്പ് ചെയ്ത് എക്സിറ്റ് ചെയ്യാം. അതിന് ചെയ്യേണ്ടത്, നിങ്ങൾ നിഫ്റ്റിയുടെ 1 മിനിറ്റും 5 മിനിറ്റ്സും ഒരേപോലെ ഒരേ മെത്തേഡിൽ നിങ്ങൾ ഓപ്പൺ ചെയ്ത് വെക്കുക. അത് രണ്ടും സെയിം ഒരേപോലെ നമുക്ക് ഒരേ വിൻഡോയിൽ കാണാനുള്ള ഒരു പ്രൊവിഷനും നമുക്ക് ഇവിടെയുണ്ട്. ഇപ്പം ഞാനിതിപ്പോൾ ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുന്നത്, ഇതിപ്പം ഞാൻ മാർക്കറ്റ് വാച്ച് ക്ലോസ് ചെയ്ത് ഇതിവിടെ ഒരേപോലെ രണ്ടും നമുക്ക് ഒരേ വിൻഡോയിൽ ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്.
ഇത് ഒരേപോലെ ഒരേ വിൻഡോയിൽ ഞാൻ 2 സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ നിഫ്റ്റിക്ക് നമുക്ക് ഇവിടുന്ന് രാവിലെ ഒരു ഡൗൺ ട്രെൻഡ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ സ്കാൽപ്പിംഗ് നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഇപ്പം ഇൻട്രാഡേ ഓപ്പൺ ആയാലും നിങ്ങൾക്ക് ഈ ഒരു ഡേ ബ്രേക്കർ ലൈനിലാണ്. സ്കാൽപ്പിംഗ് ആണ് ഈ 1 മിനിറ്റ്, അതും ഈ ഡേ ബ്രേക്കർ ലൈനിൽ ഇവിടെ നിന്ന് ഓപ്പൺ ആയി. ഇൻട്രാഡേക്ക് രണ്ടിനും ഒരേപോലെ രാവിലെ സെൽ സിഗ്നൽ കിട്ടിയിട്ടുണ്ട്. സെല്ല് രാവിലെ മോർണിംഗിൽ വന്നു. അപ്പോൾ സപ്പോർട്ട് ഇതിലും ബ്രേക്ക് ചെയ്ത് അപ്രോക്സിമേറ്റ് ഈ ഒരു ലെവലിൽ നിന്നാണ്. ഇതാണ് സപ്പോർട്ട് 17,620 നമ്മൾ ബ്രേക്ക് ഔട്ട് പോയിട്ടുണ്ട്. അപ്രോക്സിമേറ്റ് ആ സമയം ടൈം വന്നത് നമുക്കൊരു 9:20. അപ്പം 9:20 ആണ് ഇവിടെ ടൈം കൊടുത്തിരിക്കുന്നത്. ഇത് മെറ്റാറ്റയുടെ ഫോണിൻ്റെ ടൈമിംഗ് ആണ്. അപ്പം നമുക്ക് അപ്രോക്സിമേറ്റ് നമുക്ക് വന്നിരിക്കുന്നത് 10 മണിക്ക് ഒരു 10 മിനിറ്റ് മുമ്പ് 9:45 ബ്രേക്ക് ഔട്ട് പോയിട്ടുണ്ട്. അപ്പം അത് പക്ഷേ 1 മിനിറ്റ് നോക്കുകയാണെങ്കിൽ സ്കാൽപ്പിങ്ങിൽ രാവിലെ വന്ന് അപ്രോക്സിമേറ്റ് ഒരു 9:30 മുമ്പ് ബ്രേക്ക് ഔട്ട് നടന്നിരുന്നു. 17,664 ബ്രേക്ക് ഔട്ട് കഴിഞ്ഞിട്ട് നേരെ താഴോട്ട് പോയി. ഇപ്പം ഇവിടുന്ന് ബ്രേക്ക് ഔട്ട് കഴിഞ്ഞ് എടുത്തില്ല എന്നുണ്ടെങ്കിൽ രണ്ടാമത് ബ്രേക്ക് ഔട്ട് അതേ പൊസിഷനിൽ നമുക്കത് ഇതേപോലെ 9:45 ആ ഒരു റേഞ്ചിൽ നമുക്ക് 6:32 രണ്ടാമത് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. അവിടെ നിന്ന് നമുക്ക് നേരെ താഴേക്ക് ഇറങ്ങി 574 വരെ പോയിട്ടുണ്ട്. അപ്പോൾ രാവിലെ തന്നെ നമുക്കൊരു പ്രോഫിറ്റബിൾ ട്രേഡ് കിട്ടിയേ, നല്ലൊരു പ്രോഫിറ്റിൽ നമുക്ക് എക്സിറ്റ് ചെയ്യാൻ സാധിച്ചു. അത് കഴിഞ്ഞിട്ട് ബൈറ്റണിൽ ഇവിടെ കണ്ടോ സ്കാൽപ്പിങ്ങിൽ ഇവിടെ ഒരു ബൈ വന്നു. പക്ഷേ അതേപോലെ തന്നെ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് തിരിച്ച് ഇവിടെ ഒരു ബൈ വന്നു. പക്ഷേ ഇവിടെ കൺഫേം ആയില്ല. ഇവിടെ നോക്കുകയാണെങ്കിൽ കുറച്ച് കയറിയിട്ടാണ് സിഗ്നൽസ് കുറച്ച് ഇവിടെ നിന്ന് തുടങ്ങി ഇവിടുന്ന് കയറിയിട്ടാണ് കൺഫർമേഷൻ തന്നിരിക്കുന്നത്. അപ്പോൾ സ്കാൽപ്പിങ്ങിലും അങ്ങനെ തരുമ്പോൾ നിങ്ങൾ വിചാരിച്ചോണം അവിടെ ഒരു ബൈറ്റണിലേക്ക് പോകാൻ സാധ്യതയില്ല. മാർക്കറ്റ് അവിടെ സൈഡ് വേസ് ആണ്. കാരണം സിഗ്നൽസ് വന്ന് കുറേ നേരം കഴിഞ്ഞിട്ടും കൺഫേം ആകാത്ത അവിടെ പിന്നെയും തിരിച്ച് റിവേഴ്സ് അടിക്കാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ നമുക്ക് കാണുന്നത് ഒരു ഫേക്ക് ആയിരിക്കും, അത് ഫേക്ക് ബ്രേക്ക് ഔട്ട് ആണ്. അതുകൊണ്ടാണ് ഇത്രയും നേരം കഴിഞ്ഞ് കൺഫേം. അതേപോലെ തന്നെ കുറച്ച് അതുപോലെ തന്നെ നമ്മളെന്ന് പറഞ്ഞാൽ ആ ബ്രേക്ക് ഔട്ട് കഴിയുമ്പോഴത്തേക്കും ക്യാൻഡിൽ കളറും ഓക്കെ ആണെന്നില്ല അവിടെ എടുത്തേക്കുക. എടുത്തിട്ട് പിന്നെ ബ്രേക്ക് ഔട്ട് ചെറിയ പോയിന്റ് അടിച്ചിട്ട് നമുക്ക് റിസ്കിൽ എക്സിറ്റ് ചെയ്യാൻ നമുക്ക് ഇതിനകത്ത് സാധിക്കും. ഇപ്പോൾ ഇവിടുന്ന് ബ്രേക്ക് ഔട്ട് തന്നതിന് ശേഷം നേരെ ഒരു ഹൈക്ക് വരെ ഇവിടെ വരെ കയറിയിട്ടുണ്ട്. അപ്രോക്സിമേറ്റ് 2 പ്രോഫിറ്റബിൾ ട്രേഡ് നമുക്ക് അതിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. ഇപ്പം നോക്കുകയാണെന്ന് നമുക്ക് സാധിക്കും ഇതിനകത്ത് കാണാനായിട്ട്. ഇപ്പം ഇതിനകത്ത് സ്കാൽപ്പിങ്ങിൽ ഇപ്പോൾ ഇത് വ്യക്തമായിട്ട് ഞാൻ കാണിച്ചിട്ടുണ്ടെങ്കിൽ ഇത് കണ്ടോ, ഇവിടുന്ന് ഒരു ബ്രേക്ക് ഔട്ട് പോയി, അവിടെ നേരെ ഒരു ഹൈക്ക് കയറി. ഇപ്പം രണ്ടാമത് ഇവിടുന്ന് ബ്രേക്ക് ഔട്ട് 17,637 നമ്മൾ പോർഷൻ എടുത്തു കഴിഞ്ഞാൽ അപ്രോക്സിമേറ്റ് 674 വരെ നമുക്ക് രാവിലെ പോയിട്ട്. അത് കഴിഞ്ഞ് പിന്നെ സിഗ്നൽസ് ഇതിനകത്ത് നോക്കരുത് ഒരു 11 മണി. ഇപ്പോൾ ഇവിടുന്ന് ഡൗൺ ഇറങ്ങി കഴിഞ്ഞ് ഈ സെല്ല് രണ്ടാമത് പിന്നെ വന്നതിന് ശേഷം ആ ഒരു ടൈമിൽ അപ്രോക്സിമേറ്റ് 11 മണി കഴിഞ്ഞിരുന്നു. അപ്പോൾ ആ സിഗ്നൽസ് പിന്നെയും അത് ബ്രേക്ക് ചെയ്യാതിരിക്കുന്നു. അപ്പോൾ അവിടെ ഒരു കൺസോളേഷൻ ആയിട്ടുണ്ട്. അവിടെ പിന്നെ എടുക്കരുത്. സിഗ്നൽ നോക്കുകയാണെങ്കിൽ ഇത് കൺഫേം ആയി ബ്രേക്ക് ഔട്ട് പോകാത്ത സിഗ്നൽസ് ആണ്. കുറേ നേരം സൈഡ് വേസ് തന്നു, പിന്നെ മൊമെന്റ് മാറി അതിനകത്ത് നിന്ന്. ഓക്കെ, പിന്നെ നമ്മൾ എടുക്കേണ്ടത് നേരെ ക്ലോസിങ്ങിലാണ്. മാർക്കറ്റ് ക്ലോസിങ്ങിൽ അപ്രോക്സിമേറ്റ് ഒരു 2 മണി 2:30 കഴിഞ്ഞിട്ട് നമുക്ക് എടുക്കാം. അവിടെ നിന്ന് നമുക്ക് പിന്നെ ബ്രേക്ക് ഔട്ട് കിട്ടും. ചെറിയൊരു നല്ലൊരു ട്രേഡ് എടുത്ത് എക്സിറ്റ് ചെയ്യാനുള്ളൊരു വകുപ്പ് നമുക്ക് എപ്പോഴും കിട്ടുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതേപോലെ നിങ്ങൾ ശ്രദ്ധിച്ച് ഒരു ട്രേഡ് ഒരു സിഗ്നൽസ് വരുമ്പോൾ അത് കൺട്രോളേഷൻ ആണോ സ്കാൽപ്പിംഗ് എക്സിറ്റ് ആണോ എന്ന് ബാർ ചാർട്ട് വെച്ചിട്ട് നമുക്ക് നോക്കാനായിട്ട് യാതൊരു പ്രയാസവുമില്ല. സെയിം ഞാൻ ഇതേ പറഞ്ഞ 3 ടൈപ്പ് സിഗ്നൽസ് ആ സിഗ്നൽ നോക്കിയാൽ മതി. സിഗ്നൽസ് പെട്ടെന്ന് വന്ന് കൺഫേം ആയി വിത്തിൻ ബ്രേക്ക് ഔട്ട് ഒരു 15 മിനിറ്റ്സിനുള്ളിൽ പോകുന്നുണ്ടെങ്കിൽ ആ സിഗ്നൽസ് ലോങ് ആയിട്ട് 3 ടാർഗറ്റും അടിക്കും. അല്ലാത്ത സിഗ്നൽസ് ബ്രേക്ക് ചെയ്യുന്ന അല്ലാത്ത സിഗ്നൽസ് വരുന്ന ലേറ്റ് ആകുകയാണെങ്കിൽ നിങ്ങളവിടെ ഒരു കൺസോളേഷനോട് സ്കാൽപ്പിംഗ് സ്ട്രാറ്റജി അപ്ലൈ ചെയ്യുക. അതിന് 2 ചാർട്ടും ഒരേപോലെ എടുത്തിടണം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ആക്ച്വലി പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പം അതേപോലെ നിങ്ങൾക്ക് മറ്റേ സിഗ്നൽസ് വന്ന് റിവേഴ്സ് പോയി, അത് കുറേ സൈഡ് വേസ് ഉണ്ട്, കുറേ നേരം സൈഡ് വേസ്, അതേപോലത്തെ സിഗ്നൽസ് റിവേഴ്സ് പോയിട്ട് കൺഫേം ആവുന്ന സിഗ്നൽസ്, ഇതൊക്കെ എല്ലാം സെയിം ആണ്. ഇതൊക്കെ ഒരു ചെറിയ സ്കാൽപ്പ് അത് കൺഫേം ആവുകയാണെങ്കിലും ചെറിയ പോയിന്റിൽ നമ്മൾ അവിടെ നിന്ന് രണ്ടിലും സ്കാൽപ്പിംഗ് സ്ട്രാറ്റജി അപ്ലൈ ചെയ്താൽ മതി. സ്കാൽപ്പിംഗ് ചെറിയ പോയിന്റ് എടുത്തിട്ട് എക്സിറ്റ് അടിക്കുക, ഒരുപാട് ലോങ് ടാർഗറ്റിലേക്ക് ട്രൈ ചെയ്യാതിരിക്കുക. ഓക്കെ, അപ്പം എത്ര പോയിന്റ് കയറുന്നോ അത്രയും തന്നെ പിന്നെ ആ റേഞ്ചിലേക്ക് ഇറങ്ങും. അവിടെയൊക്കെ നമ്മൾ എപ്പോഴും SL അടിക്കുന്നതെന്ന് പറഞ്ഞാൽ ചെറിയ പോയിന്റ്. ഇപ്പം ചിലർ ആക്ച്വലി കൊടുക്കുന്ന 40 ടാർഗറ്റും 20 SL അങ്ങനെയൊക്കെ കൊടുക്കുന്നവരുണ്ട്. അപ്പോൾ 20 കാരണം SL എപ്പോഴും കുറച്ച് SL എല്ലാവരും വെക്കാറുള്ളൂ. അപ്പോൾ അതേപോലുള്ള മാർക്കറ്റിലൊക്കെ ഈ റേഞ്ചിൽ അപ്ലൈ ചെയ്യുന്ന ഫസ്റ്റ് SL അടിക്കും. ടാർഗറ്റ് അടിക്കാനുള്ള യാതൊരു സ്കോപ്പും കാണത്തില്ല. കാരണം ബ്രേക്ക് ഔട്ട് വന്നിട്ട് ചിലപ്പോൾ 10 പോയിന്റ് അല്ലെങ്കിൽ 15 പോയിന്റ് കയറുന്ന പൊസിഷൻസിലായിരിക്കും മാർക്കറ്റ് തിരിച്ച് അതിൻ്റെ ഇരട്ടി താഴേക്ക് ഇറങ്ങിയിട്ട് പിന്നെ ബ്രേക്ക് ഉള്ളൂ. അപ്പോൾ ആദ്യം SL അടിക്കുന്നതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല. അപ്പം അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒബ്വിയസ്ലി SL മാത്രമേ ഹിറ്റാവുള്ളൂ. അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ സോഫ്റ്റ്വെയർ എടുത്തിട്ട് നിങ്ങൾക്ക് ഒരു കാര്യമില്ല. അപ്പോൾ സ്ട്രാറ്റജി ചേഞ്ച് ചെയ്ത് നല്ലൊരു പെർഫെക്റ്റ് പ്രോഫിറ്റബിൾ ട്രേഡിൽ എടുക്കാനായിട്ട് നമ്മുടെ സോഫ്റ്റ്വെയർ സഹായിക്കുന്നുണ്ട്. കൂടുതൽ ഡീറ്റെയിൽ ഡെമോയ്ക്കായിട്ട് നിങ്ങൾ വിളിച്ചാൽ മതിയാവും. ഞാൻ ഗൈഡ് ചെയ്ത് തരാം. സീമ കൃഷ്ണ. താങ്ക് യു ഫോർ വാച്ചിങ്.